ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അഥവാ KSTA നടത്തിയ CM സ്കോളർഷിപ്പ് LP മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് നിന്ന് നടന്ന നിങ്ങളുടെ LSS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിട്ടുള്ളത്? ഒന്നാം ഭാഷ മലയാളത്തിലെ ക്വസ്റ്റ്യൻ ആണല്ലേ. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. 2 വീഡിയോകളായിട്ട് നമ്മൾ പാർട്ട് 1 ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്ത കവിതയെ ഗദ്യരൂപത്തിലേക്ക് മാറ്റി എഴുതുക എന്നാണ്. പാട്ടും പാടി ചുവടും വെച്ച് വീട് ചിരിച്ചൊരു നിൽപ്പുണ്ട്, സുന്ദരമാകും വീട്ടിന്മേലെ കിണ്ണമിരിപ്പുണ്ട്, വീടിൻ മുന്നിൽ പൂച്ചെടിയുണ്ട്, പൂച്ചെടി നിറയെ പൂവുകളും, സരിഗമ പദനിസ പാടുന്നുണ്ട്, വീടിനുള്ളിൽ കുട്ടികളും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഗദ്യരൂപത്തിലേക്ക് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാവ്യാംശം, അതായത് കാവ്യത്തിലല്ല, അതായത് നമ്മൾ എന്ത് ചെയ്യണം? പാട്ട് രീതിയിലല്ല എഴുതേണ്ടത്, ഒരു ഗദ്യരൂപത്തിലാക്കിയിട്ട് എഴുതുക. നിങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വീട്ടിന്മേലെയുള്ള വെള്ളിക്കിണ്ണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് കൂട്ടുകാരെ? അതെ, ചന്ദ്രനെയാണല്ലേ ഇവിടെ അർത്ഥമാക്കുന്നത്. ആൻസർ ചന്ദ്രൻ. ഓക്കെ, നെക്സ്റ്റ് പത്രവാർത്ത തയ്യാറാക്കുക എന്നതാണ്. മേൽ സൂചിപ്പിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി പത്രവാർത്ത തയ്യാറാക്കുക. അപ്പം നമുക്കിവിടെ ഹിൻസൊക്കെ നൽകിയിട്ടുണ്ട്. തന്നിട്ടുള്ള വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പത്രവാർത്ത തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഒരു ആകർഷകമായ തലക്കെട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? പത്രവാർത്തയുടെ ഘടന, അതുപോലെ അനുയോജ്യമായ തുടർച്ച, അനുയോജ്യമായ ഭാഷ, ആശയ തുടർച്ച, വാക്യഘടന, ചിഹ്നം, ഇവയൊക്കെ ശരിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നിനു ഹാസ് ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. Her neighbors surprised to hear and clear and fluent reading. Prepare the conversation between neighbor and Ninu. Ninu എന്താണ്? വായിക്കാനും എഴുതാനും പഠിച്ചല്ലേ. ഹെർ നെയ്ബർ ഇസ് സർപ്രൈസ് ടു ഹിയർ ക്ലിയർ ആൻഡ് ഫ്ലുവൻറ്റ് റീഡിങ്. അപ്പോൾ അവളുടെ നെയ്ബർ എന്താണ്? അവൾ വായിക്കുന്നത് കേട്ടിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ റീഡ് ചെയ്യുന്നത് കേട്ടിട്ട് സർപ്രൈസ്ഡ് ആവുകയാണ് അല്ലേ. പ്രിപ്പയർ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ നെയ്ബർ ആൻഡ് നീനു. അപ്പം നീനുവും ഡ്രൈബറും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൗ ഡിഡ് യു ലേൺ ടു റീഡ്? അപ്പം നീനു അതിനെന്തൊക്കെയാവും റിപ്ലൈ, നൈബറും കൂടി എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് കോൺവെർസേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് എഴുതിയിട്ടുണ്ടാവും അല്ലേ. ദെൻ ഗണിതം ചോദ്യങ്ങൾ നോക്കാം. വിവരണാത്മകമാണ്. 2 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഓരോന്നിനും 5 മാർക്ക് വീതം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, സീന ടീച്ചർ കുറേ 4 അക്ക സംഖ്യാ കാർഡുകളുമായിട്ടാണ് ക്ലാസ്സിലെത്തിയത്. സോനു, റാബിയ, ദീപു എന്നിവർ 2 സംഖ്യാ കാർഡുകൾ വീതം തിരഞ്ഞെടുത്തു. ഈ ക്വസ്റ്റ്യൻ എന്താണ്? തുക 9,000-നും 10,000-നും ഇടയിലാകുന്ന തരത്തിൽ ഏതൊക്കെ കാർഡുകളാണ് ഓരോരുത്തരും എടുത്തിട്ടുണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. പേര് സോനു, കാർഡ് 1, കാർഡ് 2, ആകെ 9,510 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സോനു എടുത്ത കാർഡ് 1ഉം 2ഉം ഏതൊക്കെയായിരിക്കും? ഏതിനൊക്കെ 2 കാർഡുകളാവും എടുത്തിട്ടുണ്ടാവുക എന്ന് എഴുതണം അല്ലേ. അപ്പോൾ സോനു ഏതൊക്കെ 2 കാർഡുകളാവും എടുത്തിട്ടുണ്ടാവും? ഏതൊക്കെ 2 സംഖ്യകൾ കൂട്ടിയാലായിരിക്കും നമുക്ക് 9,510 കിട്ടുക എന്ന് കണ്ടെത്തണം അല്ലേ. ഏതൊക്കെ സംഖ്യകളാ കൂട്ടുകാരെ? 8,000-ഉം 1,510. ഓക്കെ, ആഡ് ടു 1,510. ദെൻ റാബിയ 4,510 ആണ്. അപ്പം നമുക്ക് ഏത് കാർഡ് എഴുതാം? 5,400 എഴുതാം അല്ലേ. 5,400 ആവുമ്പോൾ 9,000 ഇതാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. ദെൻ ദീപുവിന് നമുക്ക് ഏതൊക്കെ എഴുതാം? 6,000-ഉം 3,510 എഴുതാം. ആകെ 9,510. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാർഡുകൾ എഴുതാവുന്നതാണ്. ഇതിൽ തന്നിരിക്കുന്ന സംഖ്യാ കാർഡുകളിൽ നിന്നും 2000-ൽ ആരംഭിക്കുന്ന ഒരു പാറ്റേൺ നിർമ്മിക്കുക. ഇഷ്ടമുള്ള രീതിയിൽ നിർമ്മിക്കാം. 2000. നെക്സ്റ്റ് നമുക്ക് ഏത് എഴുതാം? 4,000 എഴുതാം അല്ലേ. 4,000, 6,000, 8,000. എളുപ്പമല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കാർഡുകൾ നോക്കിയിട്ട് 2, 4, 6,000, 2,000, 4,000, 6,000, 8,000. ഓക്കെ, ഇതിന് മുകളിൽ നൽകിയ സംഖ്യാ കാർഡുകളിൽ നിന്നും ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം
ഏറ്റവും വലിയ സംഖ്യയും അല്ലേ, ഏറ്റവും വലിയ സംഖ്യ ഇതിൽ ഏതാണ്? 8000 ആണ്. 8000 ഏറ്റവും വലിയ സംഖ്യ. ഇനി ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരുന്നു? ഏറ്റവും ചെറിയ സംഖ്യ 1510 ആണല്ലേ. അപ്പോൾ 8000 മൈനസ് 1510 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 6490 ആൻസർ കിട്ടുന്നത്. ഓക്കെ, 6490. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണത്തിൻ്റെ ഭാഗമായി 17 കിലോമീറ്റർ നീളമുള്ള കരിയിലപ്പുഴ 4 ദിവസം കൊണ്ട് വൃത്തിയാക്കി. ആദ്യത്തെ 2 ദിവസം കൊണ്ട് 8 കിലോമീറ്റർ 600 മീറ്റർ ദൂരവും 3-ാം ദിവസം 5 കിലോമീറ്റർ 125 മീറ്റർ ദൂരവും വൃത്തിയാക്കി. 4-ാം ദിവസം വൃത്തിയാക്കിയ ദൂരം എത്രയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആകെ ദൂരം നമുക്കറിയാം 17 കിലോമീറ്റർ ആണല്ലേ. 1-2 ദിവസങ്ങൾ കൊണ്ട് 8 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് 5 കിലോമീറ്റർ 125 മീറ്റർ എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആകെ തീർത്ത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ആകെ തീർത്ത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 13 കിലോമീറ്റർ 725 കിലോമീറ്റർ ആണല്ലേ. ആകെ തീർത്തത് എത്രയായിരിക്കും? 13 കിലോമീറ്റർ 725 കിലോമീറ്റർ 25 മീറ്റർ ആയിരിക്കും. അപ്പം 4-ാം ദിവസം ബാക്കിയുള്ളത് 17 കിലോമീറ്റർ മൈനസ് 13 കിലോമീറ്റർ 725 മീറ്റർ സീക്വൽ എത്രയാണ്? 16 കിലോമീറ്റർ 1 കിലോമീറ്റർ അല്ലേ. അങ്ങനെ മൈനസ് 13 കിലോമീറ്റർ 725 മീറ്റർ. നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 30 കിലോമീറ്റർ 275 മീറ്റർ എന്നാണല്ലേ ആൻസർ കിട്ടുന്നത്. ഓക്കെ, 48 സെൻറ്റിമീറ്റർ 15 മില്ലിമീറ്റർ നീളമുള്ള റിബൺ മുറിച്ച് 16 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും? ആകെ നീളം എന്ന് പറയുന്നത് 48 സെൻറ്റിമീറ്റർ 15 മില്ലിമീറ്റർ ആണല്ലേ. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ നീളം 16 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ. ഒരു കഷ്ണം എത്ര കിട്ടുന്നത് നമുക്ക്? 32 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. 32 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ 16 മൈനസ് 16 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ 2 കഷ്ണമാവും അല്ലേ. 16 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ 3 കഷ്ണം. അങ്ങനെ എത്ര കഷ്ണങ്ങൾ ഉണ്ടാക്കാം? 3 അല്ലേ. ഓക്കെ, ഇനി 100 സെൻറ്റിമീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 4 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ 100 സെൻറ്റിമീറ്റർ 4 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണം എത്രയായിരിക്കും? 25 സെൻറ്റിമീറ്റർ അല്ലേ. എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ പരിസര പഠനമാണ്, വിവരണാത്മകമാണ് അല്ലേ. പ്രസ്താവന 1 വായുവിന് ഭാരമുണ്ട്. പ്രസ്താവന 2 വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ല. മുകളിൽ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. മുകളിൽ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് പ്രസ്താവന 1 ആണല്ലേ. എന്താണ്? വായുവിന് ഭാരമുണ്ട് എന്നുള്ളതാണ് പ്രസ്താവന 1. ഇനി ശരിയായ പ്രസ്താവനയെ സ്വാധീനിക്കുന്ന ഒരു പരീക്ഷണം കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കുറിപ്പ് എഴുതിയിട്ടുണ്ടാകുമല്ലോ കൂട്ടുകാർ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഇത്രയുമായിരുന്നില്ല ഉണ്ടായിരുന്നത്. പാർട്ട് 2-ൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.